നസ്കർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചപ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് നൺ ഓഫ് അവർ ബിസിനസ് എന്നാണ്. അത് ഞങ്ങളുടെ കാര്യമേ അല്ല, അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്നാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്ത് ചെയ്താലും അത് അമേരിക്കയെ ബാധിക്കില്ല എന്ന നിലപാടായിരുന്നു. എന്നാൽ യുദ്ധം മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നു. പാക് വ്യോമ കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായി ഇന്ത്യൻ മിസൈലുകൾ പായുന്നു. അമേരിക്ക നൺ ഓഫ് അവർ ബിസിനസ് എന്ന നിലപാട് തിരുത്തി ചാടിയിറങ്ങി. പാകിസ്ഥാനെ രക്ഷിക്കേണ്ട സാഹചര്യം അമേരിക്കയ്ക്ക് വന്നു. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പാകിസ്ഥാൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അമേരിക്ക രംഗത്തിറങ്ങിയത്. ഒന്ന്, പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങളിൽ 20% അമേരിക്കയുടേതായിരുന്നു, 80% ചൈനയുടേതും. അതുകൊണ്ട് തന്നെ ആ ആയുധങ്ങൾ പരാജയപ്പെട്ടാൽ അമേരിക്ക ആയുധ വിപണിയിൽ പിന്നോട്ട് പോകും. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാൻ്റെ ക്രിപ്റ്റോ കൗൺസിലും ട്രംപിൻ്റെ സ്വകാര്യ ക്രിപ്റ്റോ കമ്പനിയും തമ്മിൽ കരാറിലേർപ്പെട്ട് മക്കളെ അങ്ങോട്ടയച്ച് കച്ചവടം കൊഴുപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് പാകിസ്ഥാന് തിരിച്ചടി ഉണ്ടാവരുത് എന്ന ആഗ്രഹമാണ്. ഇന്ത്യയുടെ സമ്പൂർണ്ണമായ വിജയം ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നതാണ് സത്യം. ട്രംപ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ഒരു വശത്തെ ചൈനയും റഷ്യയും അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ആയുധത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് കൃത്യമായ ധാരണയൊന്നുമില്ല. മറ്റൊരിടത്ത് ഇതാ ഇന്ത്യ അമേരിക്കയുടെ സഖ്യരാജ്യമാണെങ്കിലും അവർക്ക് കൃത്യമായി വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്, കൃത്യമായി ശത്രു രാജ്യത്തെ തകർക്കാനുള്ള സംവിധാനമുണ്ട്. ട്രംപ് അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഇത് സംഭവിക്കുന്നത് അമേരിക്കയിലാണെങ്കിൽ എന്തു സംഭവിക്കുമെന്ന്. പണ്ട് മുതലേ അവകാശവാദങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അതിശക്തമായ പ്രതിരോധ സംവിധാനം ഉണ്ടോ എന്ന് ട്രംപിനും ആശങ്കയായി. അതുകൊണ്ടാണ് ട്രംപ് ചാടിയിറങ്ങി ഒരു രാജ്യത്തിന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ വലിയ തുക കൊടുത്തുകൊണ്ട് ഗോൾഡൻ ഡോം പദ്ധതിയുമായി രംഗത്ത് വന്നത്. റഷ്യയുടെ S-400 കരുത്തും ഇന്ത്യ അത് സുദർശന ചക്രമാക്കി മാറ്റിയപ്പോഴുണ്ടായ അധിക കരുത്തും ആകാശടക്കമുള്ള ഇന്ത്യയുടെ സ്വയം നിർമ്മിത ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്തുമൊക്കെയാണ് ട്രംപിനെ പുനർവിചിന്തനത്തിന് കാരണമായത്. ഇസ്രായേലിന്റെ അയൺ ഡോമിനെ മറികടക്കുന്ന 2011 മുതൽ ഇസ്രായേൽ ഭംഗിയായി അയൺ ഡോമിലൂടെ ഇസ്രായേലിനെ മാത്രമല്ല അവരുടെ ഇഷ്ടരാജ്യങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടേത് കാലഹരണപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനമാണെന്നും ആ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ പുതിയ വ്യോമ പ്രതിരോധം വേണമെന്നും പെട്ടെന്ന് ട്രംപ് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഗോൾഡൻ ഡോം എന്ന പേരിൽ നെക്സ്റ്റ് ജനറേഷൻ വ്യോമ പ്രതിരോധ മിസൈൽ വേധ സംവിധാനം ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ട്രംപ് അധികാരമേറ്റ ഏതാണ്ട് 7-ാം ദിവസം തന്നെ ഇങ്ങനെയൊരു സ്വപ്ന പദ്ധതിയെക്കുറിച്ച് സൂചന നൽകിയിരുന്നു. ഔദ്യോഗികമായി ഇതിലേക്ക് ചാടിയിറങ്ങാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധവും അമേരിക്കൻ ആയുധങ്ങൾ വെച്ച് പാകിസ്ഥാൻ തോറ്റമ്പിയതുമാണ്. പ്രാഥമിക ചെലവായി ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രംപ് നീക്കിവച്ചിരിക്കുന്നത് 25 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. എന്ന് വെച്ചാൽ 2 ലക്ഷം കോടി രൂപ പ്രാഥമിക ചെലവാണ്. എന്നാൽ ഇത് പൂർത്തിയാകണമെങ്കിൽ 542 ബില്യൺ വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ട്. അതായത് ഏതാണ്ട് 46 ലക്ഷം കോടി രൂപ. ചെറിയ തുകയല്ല, 46 ലക്ഷം കോടി രൂപ. 2 ലക്ഷം കോടി രൂപയാണ് പ്രാഥമിക ചെലവ്. ഏതാണ്ട് 20 ഇരട്ടി 46 ലക്ഷം കോടി രൂപയാണ് അതിൻ്റെ മുഴുവൻ ചെലവായി പ്രതീക്ഷിക്കുന്നത്. അത്രയ്ക്കും വലിയൊരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും കടലിൽ നിന്നും മാത്രമല്ല, ശൂന്യാകാശത്തു നിന്നും, അതായത് സ്പേസിൽ നിന്നും അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണത്തെ തടയാൻ കഴിയുന്ന തരത്തിൽ അത്യാധുനിക സംവിധാനത്തോടെയായിരിക്കും ഗോൾഡൻ ഡോമിന് രൂപം കൊടുക്കുന്നത്. ട്രംപ് പറഞ്ഞത് ഇത് തൻ്റെ ഭരണകാലത്ത് തന്നെ പൂർത്തിയാകുമെന്നാണ്. എന്നാൽ അന്താരാഷ്ട്ര വിദഗ്ധർ തീർത്തു പറയുന്നു ഇത് അസാധ്യമാണ്. 3 കാര്യങ്ങളിൽ അവർക്ക് സംശയമുണ്ട്. ഒന്ന്, തികച്ചും അസാധ്യമായ പ്രതീക്ഷയാണ്. ട്രംപിൻ്റെ ഭരണകാലത്ത് ഈ വരുന്ന 3.5 വർഷത്തിനിടയിൽ ഇത് പൂർത്തിയാക്കണമെന്ന്. അത് നടക്കില്ല, അതൊരിക്കലും സാധിക്കില്ല എന്ന് അവർ തീർത്തു പറയുന്നു. 2, ഇതിൻ്റെ ചെലവ് എങ്ങനെ താങ്ങാൻ കഴിയും? 542 ബില്യൺ വേണം. അത് താങ്ങാനുള്ള സാമ്പത്തിക ശേഷി അമേരിക്കയ്ക്കില്ല. ഇപ്പോൾ തന്നെ അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അറബ് രാജ്യങ്ങളോട് ചങ്ങാത്തം പുലർത്തുന്നത് കടം വാങ്ങാനാണ്. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. അതുകൊണ്ടാണ് ഖത്തറിലും UAE-യിലും സൗദിയിലുമൊക്കെ പോയി ട്രംപ് ഗീർവാണം അടിച്ചിട്ട് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ 542 ബില്യൺ അമേരിക്കൻ ഡോളർ ട്രംപിന് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. മാത്രമല്ല, മറ്റൊരു വലിയ ചോദ്യചിഹ്നം കൂടിയുണ്ട്. അമേരിക്കയുടെ അതിർത്തി എന്ന് പറയുന്നത് അതിവിശാലമാണ്. ഇത്രയും അതിവിശാലമായ ദൂരം പൂർണ്ണമായ പഴുതുകളോടെ അടയ്ക്കാൻ
ഈ നെക്സ്റ്റ് ജനറേഷൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിയുമോ എന്ന് ആശങ്കയുണ്ട്. എന്തായാലും അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ലോകത്ത് ആർക്കും ഒപ്പം നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ആയുധമായിരിക്കുമെന്നാണ്. ശബ്ദത്തെക്കാൾ 10 മടങ്ങ് വേഗതയുണ്ടാവും. സൂപ്പർസോണിക് ആയുധങ്ങളെയും ശൂന്യാകാശത്തു നിന്നുള്ള പ്രഹരത്തെയും ഒക്കെ പ്രതിരോധിക്കാൻ കഴിയും തുടങ്ങിയവയൊക്കെയാണ് ഈ ഗോൾഡൻ ഡോമിന്റെ പ്രത്യേകത. ഈ പ്രഖ്യാപനത്തിന് ചൂടാറുന്നതിന് മുൻപ് അമേരിക്ക ഇന്നലെ ഒരു മിസൈൽ പരീക്ഷണം നടത്തി. ഇന്നാണ് അതേക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. ആ മിസൈൽ പരീക്ഷണത്തിനും ചില പശ്ചാത്തലങ്ങളുണ്ട്. അമേരിക്ക ഇന്നേ വരെ പരീക്ഷിച്ചതിൽ ഏറ്റവും ശക്തമായ മിസൈലായി ഇത് കണക്കാക്കപ്പെടുന്നു. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്രയും ദൂരപരിധിയുള്ള ഇത്രയും വേഗതയുള്ള ഒരു മിസൈൽ മറ്റൊരു രാജ്യവും പരീക്ഷിച്ചിട്ടുണ്ടാവില്ല. ICBM എന്നാണ് ഇതിന്റെ പേര്. മിനിറ്റ്മേൻ 3 ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് ഇതിന്റെ പേര്, ICBM. ഇത് കാലിഫോർണിയയിലെ വാണ്ടർബർഗ് സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ് ഇന്നലെ വിക്ഷേപിച്ചത്. അയച്ചത് പസഫിക് കടലിലേക്ക്. ഏതാണ്ട് 9,000 കിലോമീറ്റർ ദൂരെ പസഫിക് കടലിലാണ് ഇത് പോയി വീണത്. ഈ 9,000 കിലോമീറ്റർ താണ്ടാൻ കേവലം 22 മിനിറ്റ് മാത്രമേ ഇതെടുത്തുള്ളൂ. 22 മിനിറ്റ് കൊണ്ട് 9,000 കിലോമീറ്റർ താണ്ടി. ഇതിന്റെ ദൂരപരിധി 22,500 കിലോമീറ്റർ ആണെന്ന് പറയുന്നു. 22,500 കിലോമീറ്റർ, അതായത് ഭൂമിയെ വലം വെച്ച് മടങ്ങാനുള്ള ശേഷി ഈ പുതിയ മിസൈലിനുണ്ട്. അരമണിക്കൂർ കൊണ്ട് ലോകത്തിലെ ഏത് ലക്ഷ്യത്തിലേക്കും ഈ മിസൈൽ ചെന്ന് പതിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇതുവരെ ലോകം കണ്ട ഏറ്റവും ശക്തമായ മിസൈൽ എന്ന് ഇതേക്കുറിച്ച് വിലയിരുത്തപ്പെടുന്നു. അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം റഷ്യ എയർ ടു എയർ മിസൈൽ പരീക്ഷിച്ച് വിജയിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ന്യൂക്ലിയർ ആയുധ വാഹക ശേഷിയുള്ള ഈ എയർ ടു എയർ മിസൈൽ ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചൈന എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് പോലും നിശ്ചയമില്ല. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ചൈനയും റഷ്യയും അതിശക്തമായി മിസൈൽ പ്രതിരോധ സംവിധാനം ഉയർത്തുമ്പോൾ അമേരിക്കയ്ക്ക് പഴഞ്ചൻ ആയുധങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതിരോധ സംവിധാനമാണ്. ഇന്ത്യക്ക് പോലും സ്വയം പ്രതിരോധത്തിന് കഴിയുന്നു. റഷ്യയും ചൈനയും മറുവശത്ത് ആയുധശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റഷ്യ അമേരിക്കയ്ക്ക് മാത്രമല്ല നാറ്റോ രാജ്യങ്ങൾക്കൊക്കെ ഭീഷണി ഉയർത്തുന്നു. യുക്രൈനുമായി യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് റഷ്യയ്ക്ക് അനുകൂലമായി നിലപാടെടുത്ത് ശ്രമം നടത്തിയിട്ടും വിജയിച്ചില്ല. യുദ്ധം തുടരുകയാണ്. യുക്രൈൻ പിടിച്ചു നിൽക്കാൻ അറിയാതെ വിഷമിക്കുകയാണ്. യുക്രൈനെ സഹായിച്ച അമേരിക്കയ്ക്ക് വലിയ പ്രതിഫലം കൊടുക്കേണ്ടി വന്നു യുക്രൈന്. എന്ന് മാത്രമല്ല ഫിൻലൻഡും ലാത്വയും ഡെൻമാർക്കും അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യ കോപ്പുകൂട്ടുന്ന റിപ്പോർട്ടുകളുമുണ്ട്. ചൈന ആവട്ടെ നിശബ്ദമായി ശക്തി വർദ്ധിപ്പിക്കുന്നത് തായ്വാനെ പിടിച്ചെടുത്തുകൊണ്ട് അമേരിക്കയ്ക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നടത്താനാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത്തരത്തിൽ റഷ്യയും ചൈനയും അവരുടേതായ നീക്കങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ സ്വയം പ്രതിരോധ സംവിധാനത്തിൽ മികവ് കാട്ടുമ്പോൾ കയ്യും കെട്ടി നിൽക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായതിന്റെ സൂചനയാണിത്. വേറൊരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. അമേരിക്കയും ഇറാനും തമ്മിൽ അണ്വായുധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്ക താക്കീത് കൊടുത്തിരിക്കുന്നു ഇറാനോട് ആണവശേഷി അവസാനിപ്പിക്കണം, അണ്വായുധമായി മാറാൻ അനുവദിക്കില്ല എന്ന്. ഈ ചർച്ചയുടെ പുരോഗതി നോക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാൻ അണ്വായുധം വിജയകരമായി വികസിപ്പിച്ചെടുത്താൽ ഇസ്രായേലിന് ഭീഷണിയാണ് എന്ന് ഇസ്രായേലിനറിയാം. അവരൊരു കാരണവുമില്ലാതെ ഇസ്രായേലിലേക്ക് അത് വിക്ഷേപിക്കാം. പാകിസ്ഥാനും ഇന്ത്യയും അണ്വായുധം സൂക്ഷിക്കുന്നത് പോലെ അല്ല ഇറാൻ അണ്വായുധം സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയോട് ഇസ്രായേൽ പറയുന്നു, ചർച്ച ചെയ്ത് പരിഹരിക്കൂ. ചർച്ചയ്ക്ക് വഴങ്ങുന്നില്ലെങ്കിൽ, പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ, എപ്പോഴാണോ ചർച്ച പരാജയപ്പെടുന്നത് ആ നിമിഷം ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറായി നിൽക്കുന്നു. ഇസ്രായേലിന് കൃത്യമായി അറിയാം ഇറാന്റെ അണ്വായുധ ശേഖരം എവിടെയാണെന്ന്. ആ ശേഖരം മുഴുവൻ അവിടെ കയറി നശിപ്പിക്കാൻ ഇസ്രായേൽ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോകത്ത് നാനാഭാഗത്തും സംഘർഷഭരിതമായ അന്തരീക്ഷം രൂപപ്പെടുകയും എല്ലാ ശക്തികളും ആയുധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിശക്തമായ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ അതിശക്തമായി മുമ്പോട്ട് പോകുന്നു. അമേരിക്ക ആയുധശേഖരം കൂട്ടുന്നു, റഷ്യയും ചൈനയും ആയുധശേഖരം കൂട്ടുന്നു. അങ്ങനെ ലോകം മുഴുവൻ വീണ്ടും ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. ഈ പിരിമുറുക്കത്തിന്റെ അന്തരീക്ഷം അവസാനിക്കുന്നത് ഒരുപക്ഷെ 3ാം ലോകമഹായുദ്ധത്തിലാകുമെന്ന് ഭയപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു.